ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായ മുൻ പോപ്പുലർ ഫ്രണ്ട് ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരത്തിന്റെ മകളാണ് ഞാൻ. ഈ ഒരു പരിപാടിയിൽ എനിക്ക് അവസരം നൽകിയ വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ഭാരവാഹികൾക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ എൻ്റെ പിതാവുമായി പങ്കുവച്ചു. തീഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 മാസവും 2 ദിവസവും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പിതാവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരും ജയിൽവാസം വഹിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാകുകയാണ്. ഈ ഒരു 2 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ജയിൽ കഴിയുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ഒരു പൊതുവേദിയിൽ അവരുടെ വേദനകളും വികാരങ്ങളും പങ്കുവെക്കാൻ ഒരവസരം ആദ്യമായാണ് ലഭിക്കുന്നത്. അതിന് ഈ വുമൺ ജസ്റ്റിസിന്റെ നേതാക്കൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഇത് നാളെ ഇന്ത്യയിൽ ഒരു മാതൃകയാകട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ സമര പോരാട്ടങ്ങൾ എടുത്തു നോക്കിയാൽ സ്ത്രീകളാണ് എന്നും മുൻപന്തിയിലുള്ളത്. സ്ത്രീകളുടെ ചലനത്തിലാണ് എല്ലാ ലക്ഷ്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്നത്. ഇന്ത്യയിൽ നല്ല രീതിയിൽ ഇന്ത്യയുടെ നല്ല ഒരു ഭാവി കണ്ടുകൊണ്ട് വന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയും എൻ്റെ പിതാവടക്കമുള്ള അതിൻ്റെ നേതാക്കളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടക്കുകയും ചെയ്തു. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതെന്ന്? 1908 മധ്യം മുതലാണ് ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം വരാൻ തുടങ്ങിയത്. ഭയവും വിദ്വേഷവുമാണ് അവർ വിതച്ചിരുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ജയിലിൽ കഴിയുന്ന നേതാക്കൾ കൃത്യമായി പറഞ്ഞിരുന്നു ഫാസിസ്റ്റ് ഭാവിയിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന്. അവർ സമൂഹത്തിന്റെ അവർക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും എന്താണെന്ന് അവർക്ക് ശരിക്കുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ജയിലിൽ കഴിയുന്നത്. അവരൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒതുങ്ങിക്കെട്ടി കൊടുത്തിരുന്നെങ്കിൽ അവർ ഇന്ന് ജയിലിൽ കിടക്കില്ലായിരുന്നു, ഞാനിവിടെ വന്ന് നിൽക്കില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, രോഗിയായ ഈ അബൂബക്കർ സാഹിബ്, പ്രൊഫസർ കോയ സാഹിബ്, 70 വയസ്സ് പിന്നിട്ട EM അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരെല്ലാം 2 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം പോലും നിഷേധിച്ചിരിക്കുന്നു. എന്നിട്ട് പോലും ഇവിടെ ആരും ഇതിനെതിരെ വരുന്നില്ല. എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഭരണകൂടം അത്രയും ഭീകരതയാണ് ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ജയിലിൽ കഴിഞ്ഞിരുന്ന നമുക്കറിയാം, ക്രിസ്ത്യൻ പുരോഹിതൻ ജയിലിൽ മരിച്ച സംഭവങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. അതുപോലെ ഒരുപാട് പേര് ജയിലിൽ ഒരുപാട് കാലം കടന്ന് പിന്നെ അവർക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അവരുടെ ജയിലിൽ കഴിഞ്ഞ അത്രയും വർഷം ആര് കൊടുക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഭരണകൂടം വ്യാജ രേഖകളും അതുപോലെ തന്നെ വ്യാജ കേസുകളും ഉണ്ടാക്കി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവരവരുടെ ന്യായീകരണം പറയുന്നത്. എനിക്കെന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മിൽ വരുന്നില്ലല്ലോ, ഇത് അവർക്കല്ലേ എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ പ്രതികരിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം കാണിക്കുകയും നമ്മൾ ഫാസിസത്തിനെതിരെ നന്നായിട്ട് പൊരുതുകയും ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.